പള്ളിത്തർക്കം നിലനിന്നിരുന്ന കാഞ്ഞിരമറ്റം പള്ളിയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് വിചാരണ നേരിടണം. എഫ്ഐആർ റദ്ദാക്കണമെന്ന ബിഷപ്പിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഷബന സിയാദുണ്ട് വിശദാംശങ്ങളുമായി. ഷബന, ബിഷപ്പിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണല്ലോ, വിചാരണ നേരിടണമെന്നുള്ളതാണോ കോടതിയുടെ നിർദ്ദേശം? അതിന് 2013 ഈ സംഭവം ഉണ്ടാകുന്നത്. പള്ളിത്തർക്കം നിലനിന്നിരുന്ന കാഞ്ഞിരമറ്റം പള്ളിയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കോടതി നടപടി. ഈ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബിഷപ്പിന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. യാക്കോബായ സഭയുടെ നിയുക്ത കത്തോലിക്കയാണ് ബിഷപ്പ് ജോസഫ് മാർ മാർഗോറിയസ്. ഇതിനിടെ ഈ കേസിൽ എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഇപ്പോൾ പറയുന്നത് വിചാരണ നേരിടണം, കൃത്യമായ തെളിവുകളുണ്ട്. ഹൈക്കോടതി പള്ളിത്തർക്കം നിലനിന്നിരുന്ന കാഞ്ഞിരമറ്റം പള്ളിയിൽ അനധികൃതമായാണ് പ്രവേശിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് പിറവം കോടതി വിചാരണ പൂർത്തിയാക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.